നോമ്പ് പുരാതന കാലം തൊട്ടേ പലരും അനുവർത്തിച്ചു വരുന്നൊരു കാലം വേണം. എല്ലാ മതങ്ങളിലും ഈ നോമ്പ് ഉണ്ട്. ഈ റംസാൻ മാസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാസകാലം നീണ്ടു നിൽക്കുന്നൊരു നോമ്പാണ്. ഇതിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നവീകരിക്കാനും അതിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവും. പക്ഷേ നോമ്പ് തുറക്കുമ്പം നിറച്ച എണ്ണക്കടികളും പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളും കഴിച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ശുദ്ധിയാക്കി വൃത്തിയാക്കി നടക്കുന്ന ഒരു മഹാമന്ദിരം അവസാനം അവിടെ കൊണ്ടുവന്നിട്ട് ഉള്ള അഴുക്കെല്ലാം കൂടി നിക്ഷേപിച്ച് കൊളാക്കുന്ന അവസ്ഥ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിനെയും ശരീരത്തെയും മാത്രമല്ല സെല്ലുലാർ ലെവലിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചെറിയ കോശങ്ങളെപ്പോലും അതിൻ്റെ മൈറ്റോകോൺട്രിയ ഇതുപോലെ തരുന്ന ഓരോ കമ്പണൻസിനെയും ശുദ്ധിയാക്കാൻ, നവീകരിക്കാൻ, അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തമാക്കാൻ ഈ നോമ്പ് കൊണ്ട് സാധ്യമാവും എന്നുള്ളത് ശാസ്ത്രീയപരമായി തെളിയിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. 2016 മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിയോളജി സെഷനിൽ നോബൽ പ്രൈസ് നേടിയ ജപ്പാനീസ് ശാസ്ത്രജ്ഞൻ ആ വർഷം നോബൽ പ്രൈസ് കിട്ടിയത് ഈ റിസർച്ചിലാണ്. 2016 എന്ന് പറഞ്ഞാൽ അധികം വർഷമൊന്നും ആയിട്ടില്ല. ഔട്ടോഫാജി എന്ന് പറയും. യോഷിനോറി ഒഫ്സൂമി എന്ന് പറയപ്പെടുന്ന ഒരു ജപ്പാനീസ് ശാസ്ത്രജ്ഞനാണ് ഇതിൽ നോബൽ പ്രൈസ് കിട്ടിയത്. മമേലിയൻ കോശങ്ങളിൽ നടത്തിയ പഠനത്തിലൂടെ ഇദ്ദേഹം ബോധിപ്പിച്ചൊരു കാര്യം എന്താണ്? ഈ ഓട്ടോഫാജി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ റീസൈക്കിൾ ചെയ്യാമെന്ന് പറയാം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇന്നുണ്ടാവുന്ന മാലിന്യങ്ങളെല്ലാം റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നുള്ളതിന് കണ്ടെത്തലിനാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ആ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യം ശരിക്കും പരിപാലിക്കപ്പെടാനും ഒരുപാട് അസുഖങ്ങൾ, വാദസംബന്ധമായ രോഗങ്ങളെപ്പോലും ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ഇതുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ഈ ഔട്ടോഫാജി എന്ന് പറഞ്ഞ പ്രോസസ്സ്? ഇതിൻ്റെ ഒരു അർത്ഥം സെൽഫ് ഹീറ്റിംഗ് എന്നാണ്, സ്വയം തിന്നുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനത്തെ കോശങ്ങൾ? നമ്മുടെ ശരീര കോശങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടന്ന് ചിലപ്പോൾ അപ്പപ്റ്റോസിസ് എന്ന് പറയും, കോശങ്ങൾ മരിച്ചു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് അവിടെ കിടക്കും, മനസ്സിലായില്ലേ? അതിൻ്റെ വേസ്റ്റും ചില യൂസ് ചെയ്യാത്ത കോശങ്ങളുടെ ഭാഗങ്ങളും ഇതിനെയൊക്കെ എന്ത് ചെയ്യുക? റീസൈക്കിൾ ചെയ്തെടുക്കുകയാണ് ഈ ഔട്ടോഫാജിയിലൂടെ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഒരു തരം സെൽഫ് ഡൈജഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രോസസ്സ് സെൽഫ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ സ്വയം തന്നെ ദഹിച്ചു പോകുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥ എന്താവും? നമ്മൾ ഒരുപാട് സെല്ലുലാർ റിപ്പയർ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ക്യാൻസർ കോശങ്ങളെയൊക്കെ അവിടുന്ന് ഒഴിവാക്കാനും ഇതുകൊണ്ട് സാധ്യമാവുന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഫാസ്റ്റിങ്ങുമായിട്ട് എന്താണ് ബന്ധം? ഇപ്പോൾ ഇതുപോലെ ഫാസ്റ്റ് ചെയ്യുന്നൊരു ഡ്യൂറേഷനിൽ, പ്രത്യേകിച്ച് റംസാൻ മാസത്തിലെ ഫാസ്റ്റിങ്ങിലൊക്കെ എന്താവും? നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് അതാത് സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തൂല. അപ്പോൾ എന്താവും? ഈ ഒരു ട്രിഗർ എന്താക്കും? ഈ ഔട്ടോഫാജി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ കോശങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലെ ആ കോശങ്ങളിലെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് പുറന്തള്ളിക്കളയും, ഡാമേജ് ആയതിനൊക്കെ റിപ്പയർ ചെയ്തെടുക്കും. അപ്പോൾ എന്താവും? നമ്മളെ ആ കോശങ്ങൾ ശരിയായ രീതിയിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ഒരു ക്യാൻസർ കോശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാദസംബന്ധമായ രോഗത്തിൻ്റെ ഒരു കോശം ഉണ്ടെങ്കിൽ ഈ ഔട്ടോഫാജി നടക്കുമ്പോൾ എന്താവും? അതിൽ വേണ്ടാത്ത സംഭവങ്ങളൊക്കെ അത് റിമൂവ് ചെയ്ത് കളയാനും നോർമൽ ലെവലിലേക്ക് ഒരു പരിധി വരെ കൊണ്ടുവരാം. മൊത്തം പറ്റുന്നല്ല കേട്ടോ പറയുന്നത്, കാരണം ഇതുകൊണ്ട് സാധ്യമാവുന്നു എന്നുള്ളതാണ്. ഇത് ക്യാൻസർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമല്ല സഹായിക്കുന്നത്, നമ്മൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ, ഒരു ഇമ്മ്യൂണിറ്റി കോശങ്ങൾ ചെയ്യുന്ന ഫങ്ഷൻ കൂടിയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുമല്ലോ, നമ്മൾ അൾഷിമേഴ്സ് ഡിസീസ്, ഇതുപോലുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ഔട്ടോഫാജി പ്രോസസ്സ് കൊണ്ട് സാധ്യമാവും. പിന്നെ ഇതിൽ ഈ ഔട്ടോഫാജി പ്രോസസ്സ് ഒന്നുകൂടി എളുപ്പമാക്കാൻ സഹായിക്കുന്നത് ഫാസ്റ്റിംഗ് സ്റ്റേജിലെ ഇൻസുലിനുമായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഈ ഔട്ടോഫാജി എന്ന് പറഞ്ഞ പ്രോസസ്സിനെ സപ്രസ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ എന്താക്കും? ഈ ഔട്ടോഫാജി പ്രോസസ്സ് ഒന്നുകൂടി എളുപ്പത്തിലാവുകയും ചെയ്യും. ഇത്രയും ഉപകാരമുണ്ട്. ഈ ഉപകാരത്തെ ഉപദ്രവമുള്ളതാക്കിയിരുന്ന രീതിയിലുള്ളൊരു ഭക്ഷണ രീതി നമ്മൾ നോമ്പ് തുറക്കുമ്പോഴും നോൽക്കുമ്പോഴും കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പരമാവധി. മനസ്സിലായില്ലേ? എന്നാൽ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ പറയുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് അവസാനം നമ്മൾ ഓട്ടോഫാജിയെ പ്രോസസ്സ് ട്രിഗർ ചെയ്യപ്പെടാതെ ശരീരത്തെ വീണ്ടും അശുദ്ധമാക്കുന്ന അവസ്ഥ ഉണ്ടാവുക. മനസ്സിലായില്ലേ?